ഭവനം മനോഹരം, ഇത് പാർക്കാൻ നല്ല ഇടം. ഈ ഭവനം മനോഹരം, ഇത് പാർക്കാൻ നല്ല ഇടം. ദൈവം തന്ന ദാനം മാത്രം ഈ ഭവനം സുന്ദരം. ദൈവം തന്ന ദാനം മാത്രം ഈ ഭവനം സുന്ദരം. ഈ ഭവനം മനോഹരം, ഇത് പാർക്കാൻ നല്ല ഇടം. ഈ ഭവനം മനോഹരം, ഇത് പാർക്കാൻ നല്ല ഇടം. ദൈവനാമ മഹത്വത്തിനായെന്നു തീരണമീ ഭവനം. ദൈവത്തേജസ് വിളങ്ങിടേണം എല്ലാ നാളിലും ഈ വീട്ടിൽ. ദൈവനാമ മഹത്വത്തിനായെന്നു തീരണമീ ഭവനം. ദൈവത്തേജസ് വിളങ്ങിടേണം എല്ലാ നാളിലും ഈ വീട്ടിൽ. ഈ ഭവനം മനോഹരം, ഇത് പാർക്കാൻ നല്ല ഇടം. ഈ ഭവനം മനോഹരം, ഇത് പാർക്കാൻ നല്ല ഇടം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുദിന വചനം. This day is salvation come to this house. ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. സ്നേഹവാനായ പിതാവേ, നിന്റെ മക്കളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ അവിടുന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ആത്മാവും ദൈവമേ ഞങ്ങളെ പഠിപ്പിക്കണം. ആമേൻ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 9-ാം തിരുവചനം. And Jesus said unto him, This day is salvation come to this house, for so much as he also is a son of Abraham. യേശു സക്കേവുസിനോട്, ഏവനും അബ്രഹാമിൻ്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. ആമേൻ. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഇന്ന് കർത്താവ് നമുക്ക് തന്നത്. മനോഹരമായ ഒരു ഗാനമാണ്. പലപ്പോഴും ഭവനം കയറിത്താമസിക്കുന്ന സമയത്ത് ഞാൻ പാടുന്ന ഒരു പാട്ടാണ്. ഈ പാട്ടിൻ്റെ രചയിതാവ് അമേരിക്കയിലുള്ള ഒരു ഇവാഞ്ചലിസ്റ്റ് ആണ്. വളരെ മനോഹരമായ വരികളാണ്. ഇന്ന് നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ചിന്താവിഷയത്തിന് അനുയോജ്യമായ ഒരു പാട്ടാണ്. നാം ഇന്ന് താമസിക്കുന്നത് വളരെയേറെ സുരക്ഷിതമായ ഭവനങ്ങളിലാണ്. ആൾപ്പൊക്കമുള്ള മതിലുകൾ പണിതും ഭവനവാതിലുകൾക്ക് സുരക്ഷിതത്വം നൽകിയും നാം ഭവനങ്ങളെ സുരക്ഷിതമാക്കുന്നു. ഭൗതികമായ സുരക്ഷിതത്വം ഉണ്ടെങ്കിലും നാം സുരക്ഷിതരാണോ? അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ഇന്ന് ആരും സുരക്ഷിതരല്ല. കാരണം മക്കളെ പോലും ഭയപ്പെട്ട് കഴിയേണ്ട സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളത്. പല ഭവനങ്ങളിലുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. ആരോട് പറയാൻ? ഇന്ന് സാമ്പത്തിക സ്ഥിതികൾ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യർ സുരക്ഷിതരല്ല. ശ്രദ്ധിക്കണമേ, യേശുവിൻ്റെ രക്ഷ സ്വായത്തമാക്കാത്ത ഒരു ഭവനവും ഇന്ന് സുരക്ഷിതമല്ല. ഹല്ലേലൂയ. ആ സെന്റൻസ് ഒന്ന് അടിവരയിട്ടൊന്ന് ശ്രദ്ധിച്ചേ. യേശുവിൻ്റെ രക്ഷ സ്വായത്തമാക്കാത്ത ഒരു ഭവനവും ഇന്ന് സുരക്ഷിതമല്ല.
യേശു ഈ ഭവനത്തിൻ്റെ നാഥൻ, രക്ഷകൻ എന്നൊക്കെ സ്റ്റിക്കറിൽ ഒട്ടിച്ചാൽ പോരാ. ഈ രക്ഷകനും നാഥനുമായ യേശു എവിടെയാ വസിക്കേണ്ടതെന്നറിയാം? നിന്റെ വീട്ടിലല്ല, നിന്റെ ഹൃദയത്തിലാണ്. സക്കായിയുടെ ഭവനം രക്ഷ നേടിയ ഭവനമായിരുന്നു. യേശു 12 തവണ പല ഭവനങ്ങളിൽ പോയതായി വിവിധ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ഭവനത്തിൽ കർത്താവ് വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇങ്ങനെയാണല്ലോ പൊതുവെ എല്ലാവരും പറയാറ്. സക്കായി യേശുവിനെ കാണുവാൻ വരുന്നത് യെരിഹോവിൽ നിന്നാണ്. യെരിഹോ ചന്ദ്രദേവനെ ആരാധിക്കുന്ന സ്ഥലമാണ്. യേശുവിനെ കാണുവാൻ കാട്ടത്തി മരത്തിൽ കയറിയ സക്കായിയെ യേശു കണ്ടു. യേശു അവനോട് പറഞ്ഞു. ആ പറഞ്ഞ കാര്യം ലൂക്കോസ് 19 അധ്യായം 5-6 വാക്യത്തിൽ കിടപ്പുണ്ട്. സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാനിന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. ഹല്ലേലൂയ. ഇന്നും പല ഭവനങ്ങളിലും കർത്താവ് വന്നു നിന്നിട്ട് ഭവനമാകുന്ന മരത്തിൽ നോക്കിയിട്ട് കർത്താവ് പറയാണ്, ജോസഫേ കം ഡൗൺ, മറിയാമേ കം ഡൗൺ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ഈ ജോസഫും മറിയാം എവിടെ കേൾക്കാനാ? അവരെല്ലാം ഈ മാർത്തായ പോലെ തിരക്കിട്ട് ഇങ്ങനെ പല കാര്യങ്ങളിൽ വ്യാപൃതരല്ലേ? ശരിയല്ലേ? അങ്ങനെയല്ലേ ഇന്നത്തെ അവസ്ഥ? പലർക്കും കർത്താവിലെ ഭവനത്തിലേക്ക് ക്ഷണിക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താ? കർത്താവ് ഭവനത്തിൽ വന്നാൽ കർത്താവ് പറയുന്നത് പോലെ അനുസരിക്കണം. ഇപ്പോൾ സ്വന്തം താല്പര്യങ്ങൾ അനുസരിച്ചാണല്ലോ വീട്ടിലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കർത്താവ് ഭവനത്തിൽ വന്നാണല്ലോ ഭവനത്തിൻ്റെ അന്തരീക്ഷം മാറും, നിന്റെ അവസ്ഥ മാറും, നീ ഒരു പുതിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാകും. യു ബിക്കം എ ന്യൂ ക്രിയേഷൻ. ഈ സക്കായി അവൻ ചുങ്കം അമിതമായി പിരിക്കുന്നവനായിരുന്നു. യെസ്, ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്ന, അമിതമായി കൊള്ളപ്പലിശ വാങ്ങിക്കുന്ന മർക്കോസിയേട്ടാ, പൊന്നമ്മ ചേച്ചി, നിങ്ങളുടെ കൊള്ളപ്പലിശ പരിപാടി നിർത്താനാണ് കർത്താവ് പറയുന്നത്. സക്കായി ചുങ്കം അമിതമായി പിരിക്കുന്നവനായിരുന്നു. യേശുവിൻ്റെ സാന്നിധ്യം അവനിൽ പരിവർത്തനം ഉണ്ടാക്കി. അനുതാപത്തോടെ സക്കായി പറഞ്ഞു, ലൂക്ക 19:8-9, എൻ്റെ വസ്തുവകളിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങായി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു സക്കായിയോട്, ഇവനും എബ്രഹാമിൻ്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇതാണ് കർത്താവ് കടന്നു വരുന്ന ഭവനത്തിൽ ഉണ്ടാകുന്ന അവസ്ഥ. അതിരുമാന്തി മർക്കൊച്ചേട്ട, ചിലർക്ക് അങ്ങനെ ഒരു രോഗമുണ്ട്. 10 സെന്റ് ഉണ്ടെങ്കിലും 2 സെന്റുള്ള ആ ചാണ്ടിച്ചേട്ടൻ്റെ അതിര് മാന്തുന്ന സ്വഭാവക്കാരാ. അനാവശ്യമായി പിടിച്ചു വെച്ചിരിക്കുന്നത് നീ തിരിച്ചു കൊടുത്താൽ ഇവനും എബ്രഹാമിൻ്റെ മകൻ ആകയാൽ ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു എന്ന് കർത്താവ് പറയും. ഇന്ന് പല വീടുകളിലും മനോഹരമായ ഭവനമാണ്, പക്ഷേ രക്ഷയില്ല. കാരണം എന്താണെന്നറിയോ? നീ ചെയ്തുകൊണ്ടിരിക്കുന്ന പല പ്രവൃത്തികളും കർത്താവ് കാണുന്നുണ്ട്. അതുകൊണ്ട് കൊള്ളപ്പലിശ വാങ്ങിച്ചിട്ട് അത് ദശാംശമായിട്ട് ചർച്ചിലൊന്നും കൊണ്ടുപോയിടരുത്. അത് കണ്ണീരിൻ്റെ പണമാണ്. ദൈവസന്നിധിയിൽ അത് നിലവിളിക്കും. അതുകൊണ്ട് പിഴിച്ചിലൊക്കെ നിർത്തി മര്യാദക്ക് ജീവിച്ചാൽ നിന്റെ ഭവനത്തിൽ എപ്പോഴും സന്തോഷത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാകും. ശാപഗ്രസ്തനായ സക്കായി വിശ്വാസികളുടെ പിതാവായ അബ്രഹാത്തിന്റെ കുടുംബത്തിലേക്ക് ചേർക്കപ്പെട്ടു. ഹല്ലേലൂയ. ഈ സക്കായിയെ പോലെ പലരും ശാപഗ്രസ്തരാണ്. കഴുത്തിന് കുത്തിപ്പിടിച്ച് പലിശ വാങ്ങിക്കുന്നവനെ, അനീതി പ്രവർത്തിക്കുന്നവളെ, സ്തോത്രം, നിന്റെ മരുമകളുടെ കഴുത്തേന്ന് വിട്. സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ് ആ കൊച്ചിനെ ഇട്ട് പീഡിപ്പിക്കുന്ന പ്രവർത്തനം, സ്തോത്രം. ഇത് അമ്മായിയമ്മ എന്ന് പറയുന്ന അമ്മ മാത്രമല്ല, അമ്മായിയച്ഛനെന്ന് പറയുന്ന അപ്പനും ഉണ്ട്. ആ കൊച്ചിനെ കെട്ടിയ, പെണ്ണിനെ കെട്ടിയാനെന്ന് പറയുന്ന നീ ഉണ്ട് കൂട്ടത്തിൽ. ചിലപ്പോൾ പള്ളിയിലെ അച്ഛനായിരിക്കാം, ചിലപ്പോൾ പാസ്റ്റർ ആയിരിക്കാം, ആരും ആയിക്കൊള്ളട്ടെ. സ്ത്രീധനത്തിന്റെ പേരിൽ നിന്റെ വീട്ടിൽ ഒരു കുഞ്ഞ് കരയുന്നുണ്ടെങ്കിൽ നിന്റെ ഭവനം ശാപം നിറഞ്ഞ ഭവനമാണ്. സക്കായി ക്ഷണിക്കാതെ യേശു സക്കായിയുടെ ഭവനത്തിൽ വന്നു. ഹൃദയം കാണുന്നവൻ കർത്താവാണ്. സക്കായിയുടെ പ്രത്യേകത കർത്താവിനെ കാണാൻ. സക്കായി വളരെ പൊക്കം കുറഞ്ഞ മനുഷ്യനായ കാരണം ആ മരത്തിൽ കയറിയിരുന്നു. സക്കായി പൊക്കം കുറഞ്ഞവനാണെങ്കിലും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു ഹൃദയം ഉണ്ടായിരുന്നു. ആർത്തിയോടെ കർത്താവിന് വേണ്ടി ആരാഗ്രഹിക്കുന്നു അവനെ കർത്താവ് കണ്ടിരിക്കും. സക്കായി ക്ഷണിക്കാതെ യേശു സക്കായിയുടെ ഭവനത്തിൽ വന്നു. സ്തോത്രം. നിന്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് കർത്താവ് നിന്റെ ഡോറിൻ്റെ മുൻപിൽ നിന്ന് ഈസ് നോക്കിംഗ് അറ്റ് ദ ഡോർ. ക്യാൻ യു ഹിയർ ദ സൗണ്ട്? ആ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഇടയൻ്റെ ശബ്ദം. സ്തോത്രം.
പല ഭവനത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് കർത്താവ് വിളിച്ചിട്ട് ഭവനം തുറന്നു കൊടുക്കാതെ കണ്ട് കർത്താവ് നിരാശയോടെ മടങ്ങിയാണ്. പല സഭകളിൽ നിന്ന് യേശുക്രിസ്തു യേശുവിനെ പുറത്താക്കി കളഞ്ഞു. ചില ഭവനങ്ങളിൽ യേശുവിനെ പുറത്താക്കി കളഞ്ഞു. കടക്ക് പുറത്തെന്നാ പറഞ്ഞത്. ആ വീട്, സക്കായിയുടെ വീട്, രക്ഷയുടെ ഭവനമായി. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾക്ക് എന്നെ കേൾക്കുന്ന മകനെ, മകളെ, നഷ്ടപ്പെട്ട നിന്റെ സമാധാനം നിന്റെ ഭവനത്തിലേക്ക് തിരികെ വരണോ? യേശുക്രിസ്തു ഉള്ളിലേക്ക് വരാൻ നീ അനുവദിക്കുക. എന്നാൽ മറ്റൊരു ഭവനമുണ്ട്. അത് ശീമോന്റെ ഭവനമാണ്. ഈ പരീശന്മാരിൽ പ്രമാണിയായിരുന്നു ആര്? ശീമോൻ. ധനാഠ്യനായിരുന്നു. ഇന്ന് പലരും പലരെയും ഭവനത്തിൻ്റെ പ്രൗഢി കാണിക്കാനും പ്രശസ്തി നേടാനും ആളുകളെ ക്ഷണിക്കാറുണ്ട്. നീ ശീമോനെ പോലെയാണോ? 10 പേരെ കാണിക്കാൻ വേണ്ടിയാണോ നീ ഇങ്ങനെ നെഞ്ചും നെറ്റിയൊക്കെ പിരിച്ച് നടക്കുന്നത്? സ്തോത്രം. അങ്ങനെയും ആ ടൈപ്പും ചില മനുഷ്യരെ നമുക്ക് കാണാം. ഇന്ന ആളാണെന്ന് ഒന്നും ചൂണ്ടിക്കാണിക്കാനൊന്നും പറ്റത്തില്ല. ഒന്ന് നെഞ്ചിൽ കൈവച്ച് ഒന്ന് ചോദിച്ചാൽ മതി, കർത്താവേ അത് ഞാനാണോ? നീ തന്നെ. ഇന്ന് പലരും പലരെയും ഭവനത്തിൻ്റെ പ്രൗഢി കാണിക്കാനും പ്രശസ്തി നേടാനും ആളുകളെ ക്ഷണിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ ക്ഷണക്കത്തുമായിട്ട് നടക്കുന്ന ഒരാളാണോ നീ? എന്നാൽ യേശു ആ ഭവനത്തിൽ വസിക്കുന്നില്ല എങ്കിൽ ആ ഭവനം സുരക്ഷിത ഭവനമല്ല. ശീമോൻ യേശുവിനെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു, സ്വീകരിക്കുവാൻ സകലത ഒരുക്കി വച്ചു. എന്നാൽ അനുഗ്രഹവും രക്ഷയും നേടിയത് ആ ഭവനത്തിൽ കടന്നു വന്ന പാവനിയായ സ്ത്രീയാണ്. കർത്താവ് പറഞ്ഞില്ലേ, വേശ്യകളും ചുങ്കക്കാരും സ്വർഗരാജ്യത്തിൽ കടക്കുമെന്ന്. ഒരുപക്ഷെ നീ വേശ്യവൃത്തി ചെയ്യുന്നില്ലായിരിക്കാം, നീ കൊള്ളപ്പലിശ വാങ്ങിക്കുന്നില്ലായിരിക്കാം. പക്ഷേ കർത്താവ് ഭവനത്തിൽ വരുമ്പോൾ ഒരുക്കേണ്ടതും നീ ഒരുക്കിയിട്ടുണ്ടോ? യേശുവിന് കാലിന് വെള്ളം കൊടുത്തില്ലെന്നേ. യഹൂദന്റെ ഒരു ആചാരമര്യാദയാണ് ഒരു ഗസ്റ്റ് ഭവനത്തിൽ വന്ന് അവരുടെ പാദം കഴുകാനുള്ള വെള്ളം കൊടുക്കുക എന്നുള്ളത്. സ്തോത്രം. ശിമോൻ യേശുവിനെ കാലിന് വെള്ളം കൊടുത്തില്ല. പാവനിയായ സ്ത്രീയോ കണ്ണീരുകൊണ്ട് യേശുവിൻ്റെ കാൽ നനച്ചു, തലമുടി കൊണ്ട് തുടച്ചു, ചുംബനങ്ങൾ നൽകി, പരിമള തൈലം കൊണ്ട് യേശുവിൻ്റെ കാൽ പൂശി. അതിനാൽ യേശു പറഞ്ഞു, ഹല്ലേലൂയ. ഈ നീതിമാനെന്ന് പറയുന്നവരും ഈ പാപികളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഈ പാപികൾക്ക് ഒരു അനുതാപമൂർന്ന ഹൃദയം എപ്പോഴും അവരുടെ നെഞ്ചിലുണ്ടായിരിക്കും. പക്ഷേ ഈ നീതിമാനെന്ന് പറയുന്നവൻ അയാമൊക്കെ യോനോട്ടോക്കെ എന്നുള്ള ആ ഒരു മനഃശാസ്ത്രവുമായിട്ട് കറങ്ങി നടക്കും. ഇൻ വിച്ച് കാറ്റഗറി ഡു യു ബിലോങ്? ലൂക്കോസിന്റെ സുവിശേഷം 7:47 ആകയാൽ അവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. അല്പം മോചിച്ച് കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. സ്തോത്രം. ഈ കണ്ണീരിൻ്റെ വില കർത്താവിനറിയാം. അതുകൊണ്ടാണ് അനുതാപമൂറുന്ന കണ്ണീർ കർത്താവ് കുപ്പിയിൽ ശേഖരിക്കുന്നത്. ഒരു തുള്ളി കണ്ണീർ എടുത്തുകൊണ്ടുപോയി ലാബിൽ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിന്റെ കണ്ണീരിൻ്റെ മനോഹാരിത അവിടെ റിസൾട്ടായിട്ട് വരും. സ്തോത്രം. യൂട്യൂബിൽ കിടപ്പുണ്ട് ആ ഒരു വീഡിയോ. അബ്രഹാം സാറ ദമ്പതികളുടെ ഭവനം നിരാശയുടെ ഭവനമായിരുന്നു. എന്നാ കാരണം? അവർക്കൊരു തലമുറയില്ലായിരുന്നു. മമ്രയുടെ തോപ്പിൽ വെച്ച് അവർ ദൈവദൂതന്മാരെ സ്വീകരിച്ചപ്പോൾ നിരാശയുടെ ഭവനം സന്തോഷത്തിന്റെ ഭവനമായി. യേശുവിന്റെ നാമത്തിൽ അത്തരത്തിലുള്ള ഭവനത്തിന്റെ അന്തരീക്ഷം മാറട്ടെ, നിരാശ മാറട്ടെ. ഹല്ലേലൂയ. തലമുറകളില്ലാതെ നിരാശയോടെ ഇരിക്കുന്ന മക്കളുടെ ആ ഹൃദയം മുറിവ് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അന്നായ്ക്ക് കുഞ്ഞിനെ കൊടുത്ത, സാറായ്ക്ക് കുഞ്ഞിനെ കൊടുത്ത ആ സ്വർഗീയ സാന്നിധ്യം ഹല്ലേലൂയ ഈ വർഷത്തിൽ തന്നെ, ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഹല്ലേലൂയ, ഈ 7-ാം മാസത്തിൽ അത് അനുഗ്രഹത്തിൻ്റെ വർഷമായി മാറട്ടെ. ഭവനം സന്തോഷത്തിൻ്റെ ഭവനമായി മാറട്ടെ. ഭവനങ്ങളിൽ നിന്ന് നിരാശ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. വാർദ്ധക്യത്തിൽ ഒരു മകൻ ജനിക്കുമെന്ന് പറഞ്ഞ് ദൂതർ അവരെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവിന് പ്രായമൊന്നും വിഷയമല്ല കേട്ടാ. സ്തോത്രം. കഴിഞ്ഞിടക്കം കണ്ടു, നല്ല പ്രായമുള്ള ഒരു അമ്മച്ചിക്ക് ഒരു തലമുറ കൊടുത്തത്, ആ തലമുറയും വെച്ച് മടിയിൽ ഇരുന്നു കൊണ്ട് ലാളിക്കുന്ന ഒരു വീഡിയോ. അബ്രഹാമിൻ്റെ തലമുറ വലിയൊരു ജാതിയായി തീരുകയും ചെയ്തു. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഈ അബ്രഹാമിൻ്റെ തലമുറയിൽ പെട്ടതാണ് നമ്മളെന്ന്? ഒരു സംശയമില്ല. പുതിയ നിയമ ഇസ്രായേലായ നമ്മൾ ഈ എബ്രഹാം അപ്പച്ചൻ്റെ തലമുറയിൽ പെട്ടവരാണ്. ഹല്ലേലൂയ. അപ്പൻ അനുഗ്രഹം പ്രാപിച്ചു. അപ്പൻ്റെ കുടുംബത്തിൽ നിരാശ മാറി. ഹല്ലേലൂയ. ഓടിക്കളിക്കുന്ന മൺതരി പോലെ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും തലമുറകൾ ആ ഭവനത്തിലേക്ക് വന്നു. സ്തോത്രം. എന്നും അത് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ദൈവിക രക്ഷ നേടിയ മറ്റൊരു ഭവനമാണ് രാഹാബ് എന്ന വേശ്യയുടെ ഭവനം. നമുക്കെല്ലാവർക്കും അറിയല്ലേ,
അവൾ യഹോവയിൽ വിശ്വസിച്ച്, അവൾ കർത്താവിൽ വിശ്വസിച്ച് ദൈവപുരുഷന്മാരെ അവളുടെ ഭവനത്തിൽ കൈക്കൊണ്ടു. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ അവൾ അറിയപ്പെട്ടത് വേശ്യയായിട്ടല്ലെന്നേ, യേശുവിൻ്റെ വംശാവലിയിൽ അവളുടെ പേര് രാഘാബ് എന്ന് എഴുതി കിട്ടുവാൻ അവൾക്ക് ഭാഗ്യം സിദ്ധിച്ചു. ഹല്ലേലൂയ. ഈ കർത്താവിനെ ചില വ്യക്തികൾ പിഴച്ചുപറ്റവനെന്നൊക്കെ പരസ്യമായിട്ട് പറഞ്ഞ് അവഹേളിക്കുന്നത് നാം കാണുന്നുണ്ട്. സ്തോത്രം. അത് ഈ അപ്പനെ തിരിച്ചറിയാത്തവര്, ഹല്ലേലൂയ, അപ്പനെ കുറിച്ച് പോലും മ്ലേച്ഛതയോടെ സംസാരിക്കുന്ന ഒരു തലമുറയുടെ നടുവിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ രാഘാബിനെ വേശ്യയായിട്ടല്ല കർത്താവ് കണ്ടത്. കർത്താവിൻ്റെ, ഹല്ലേലൂയ, വംശാവലിയിൽ അവളുടെ പേര് എഴുതപ്പെട്ടു. വരുവിൻ നമുക്ക് രമ്യതപ്പെടാൻ, നിന്റെ പാവം എത്ര കടും ചുവപ്പാണെങ്കിലും മഞ്ഞുപോലെ വെളുപ്പിക്കുന്ന ഒരു അലക്കുകാരനാണ് കർത്താവായ യേശു ക്രിസ്തു. നീ എത്ര വലിയ പാപിയാണെങ്കിലും അനുതാപമൂർന്ന ഒരു ഹൃദയത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് വന്നാൽ നിന്റെ ഭവനം സമാധാന രക്ഷയുടെ ഭവനമായിരിക്കും. നമ്മുടെ ഭവനം സുരക്ഷിതമല്ലെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം യേശുവിൻ്റെ സാന്നിധ്യം ഇല്ല എന്നതാണോ? പേര് ക്രിസ്തീയ ഭവനമായിരിക്കാം, വീട്ടുപേര് കൊണ്ടും ക്രിസ്തീയ ഭവനമായിരിക്കാം. പക്ഷേ മകനെ, മകളെ, നിന്റെ ഭവനത്തിൽ യേശു ക്രിസ്തു ഇല്ല. കാരണം ദൈവം സ്നേഹമാണ്. സ്നേഹം ദൈവമല്ല. കാരണം പല തരത്തിലുള്ള സ്നേഹമുണ്ട്. ആ സ്നേഹമെല്ലാം ദൈവികമല്ല. സ്തോത്രം. നിന്റെ ഭവനത്തിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അത് അറിയിക്കുന്നത് പരസ്പരം ഭവനത്തിൽ സ്നേഹമുണ്ടാകും. യേശുവിനെ സ്വീകരിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന നമ്മുടെ പാപ സ്വഭാവങ്ങളാകുന്ന മതിലുകളെ അനുതാപത്താലും പ്രാർത്ഥനയാലും തകർക്കണം. ഹല്ലേലൂയ. അപ്പോൾ യുദ്ധം പുറത്തു പോയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. നിന്റെ അകത്ത് തന്നെ ഇത്തരത്തിലുള്ള മതിലും കെട്ടുമൊക്കെ ഉണ്ട്. അതിനെ തകർക്കാനായി നീ തയ്യാറായാൽ കർത്താവ് നിന്നെ സഹായിക്കും. അപ്പോൾ നാം അബ്രഹാത്തിന്റെ മകനോ മകളോ ആകും. നഷ്ടപ്പെട്ടു പോയ ആ സൗഭാഗ്യം നമുക്ക് ലഭിക്കും. അങ്ങനെയുള്ളവരെ നോക്കി യേശു പറയുകയാണ്, ലൂക്കോസ് 19:9. അതാണ് കുറിവാക്യം. ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. സന്തോഷത്തോടെ നമ്മുടെ ഭവനങ്ങളിലായിരിക്കാം. ചെറുതായാലും വലുതായാലും അത് കർത്താവ് നൽകിയ ഭവനമാണ്. ഇന്നിപ്പോൾ കിടന്നുറങ്ങുന്ന ഈ ഭവനമുണ്ടല്ലോ, അത് ചെറുതായാലും വലുതായാലും ഒരുപക്ഷെ വാടക വീടായിരിക്കാം, എന്തും ആയിക്കൊള്ളട്ടെ, അതുപോലും ഇല്ലാതെ കണ്ട്, ഒരു ഭവനം പോലും ഇല്ലാതെ കണ്ട് സ്ട്രീറ്റിൽ കിടന്നുറങ്ങുന്ന എത്രയോ മക്കളുണ്ട്. ഹല്ലേലൂയ. ഈ വലിയ സാമ്പത്തികമായി ഉയർന്ന രാജ്യങ്ങളിൽ പോലും സ്ട്രീറ്റിൽ കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ട്. അന്നു വേണ്ട ആഹാരം കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്. സ്തോത്രം. പക്ഷേ ചെറുതാണെങ്കിലും കയറിക്കിടക്കാൻ ഒരു കൂര കർത്താവ് തന്നില്ലേ? ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ അത് മതിയെന്ന് അറിയും. സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹാനാഥ, നിന്റെ മക്കളായ ഞങ്ങൾക്ക് അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ ഭവനത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ഓരോ ഭവനങ്ങളിലും അങ്ങയെ സ്വീകരിച്ച് അങ്ങ് പറയുന്നത് പോലെ ഒരു മാനസാന്തരം പുറപ്പെടുവിക്കുന്ന അനുദിന ജീവിതത്തിൽ അവിടുന്ന് പഠിപ്പിക്കുന്നത് പോലെ ജീവിക്കുവാൻ സഖ്യവൂസിനെ പോലെ രൂപാന്തരപ്പെട്ട മക്കളായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവേ, അവിടെ ഞങ്ങൾ ഭവനങ്ങളിലേക്ക് കടന്നു വരുന്നതിനായി സ്തോത്രം. ഞങ്ങളായിരിക്കുന്ന കൂട്ടായ്മകളിലേക്ക് അവിടുന്ന് കടന്നു വരുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന യൗവനത്തിൽ തന്നെ സൃഷ്ടാവിനെ അറിഞ്ഞ് അവിടുത്തോട് പറ്റിച്ചേർന്ന് നടക്കുവാൻ മക്കളെ സഹായിക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ പ്രത്യാശയും സന്തോഷവും നൽകുന്നതിനായി സ്തോത്രം. ശാരീരികമായി അല്പം വേദനകളൊക്കെ ഉണ്ടെങ്കിലും അത് സഹിക്കാനുള്ള ശക്തി കൊടുക്കുന്നതിനായി സ്തോത്രം. സൗഖ്യത്തിൻ്റെ കരം അവരുടെ മേൽ വെച്ചിരിക്കുക. സ്തോത്രം. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഭവനമായി മാറട്ടെ. സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഭവനമായി മാറട്ടെ. ഞങ്ങളുടെ മാതൃരാജ്യം ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതൃരാജ്യമായ ഈ ഭവനത്തിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകട്ടെ. ലോകഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുദ്ധം മൂലം കർത്താവേ വളരെയധികം വേദന അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ ഭൂമിയിലുണ്ട്. കർത്താവേ, ഭവനരഹിതരായി സകലതും നഷ്ടപ്പെട്ട് വേദനയുടെ തീച്ചൂളയിൽ ജീവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അവിടുത്തെ ആശ്വാസത്തിൻ്റെ കരം മക്കളുടെ മേൽ വയ്ക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും പ്രവർത്തനങ്ങളെയും അവിടെ അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. പ്രാർത്ഥനയെ യാചന കേട്ടിരിക്കുക. നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദാനം നൽകണം വേണ്ടും പോ
പോലെ സാധുക്കൾക്കായി സന്തോഷമായി ദൈവം നൽകിടും അനുഗ്രഹങ്ങൾ ആരും അറിയാത്ത വഴികളിൽ ദാനം നൽകണം വേണ്ടും പോലെ സാധുക്കൾക്കായി സന്തോഷമായി ദൈവം നൽകിടും അനുഗ്രഹങ്ങൾ ആരും അറിയാത്ത വഴികളിൽ ഈ ഭവനം മനോഹരം ഇത് പാർക്കാൻ നല്ല ഇടം ഈ ഭവനം മനോഹരം ഇത് പാർക്കാൻ നല്ല ഇടം ദൈവം തന്ന ദാനം മാത്രം ഈ ഭവനം സുന്ദരം ദൈവം തന്ന ദാനം മാത്രം ഈ ഭവനം സുന്ദരം ഈ ഭവനം മനോഹരം ഇത് പാർക്കാൻ നല്ല ഇടം ഈ ഭവനം മനോഹരം